ഹലോ എവരി വൺ. നമുക്ക് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമുക്ക് കമ്പനി എന്ന് പറഞ്ഞ വേർഡിന്റെ ഒരു മീനിങ് വെച്ച് തന്നെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. കമ്പനി ആക്ച്വലി കമ്പനി എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ആയിട്ടാണ്. ഇൻഫാക്ട് 2 വേർഡ്സ് ഉണ്ട്. കം എന്ന് പറയുന്നതും അതേപോലെ തന്നെ സ്പാനിഷ് എന്ന് പറയുന്നത് 2 ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്താണ് ഈ കമ്പനി എന്ന വാക്കിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം എന്താ വെച്ചാല് കം എന്ന് പറഞ്ഞാൽ ടുഗദർ, സ്പാനിഷ് എന്ന് പറയുമ്പോൾ ബ്രെഡ്. അതായത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ നമുക്ക് പണ്ട് കമ്പനി എന്ന് പറയുമായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് കം എന്ന് പറഞ്ഞാൽ ടുഗദർ, സ്പാനിഷ് മീൻസ് ബ്രെഡ്. സോ ഒറിജിനലി എന്താ പറയുക, കമ്പനി മെന്റ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു എയ്റ്റ് ദെയർ മീൽസ് ടുഗദർ അല്ലെ. അവരുടെ ഫുഡും സമയമൊക്കെ ഒരുമിച്ച് ചെലവഴിക്കുന്ന ആൾക്കാരിനെയാണ് കമ്പനി എന്ന് അർത്ഥമാക്കിയിരുന്നത്. ദാറ്റ് ഈസ് ഹു എയ്റ്റ് ദെയർ മീൽസ് ടുഗദർ. ഇതാണ് ഇതിന്റെ ഒരു അർത്ഥമായിട്ട് എടുക്കുന്നത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ സോൾജേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് അവരെന്ത് ചെയ്യും, അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നു അല്ലെ. അവരൊക്കെ ഒരുമിച്ച് കുറെ പേര് യാത്ര ചെയ്യും, അവരവരുടെ ഭക്ഷണം ഒരുമിച്ച് കഴിക്കും. അവരെയൊക്കെ നമ്മൾ കമ്പനി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ജസ്റ്റ് ഒരു മുമ്പത്തെ ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ ഇറ്റ് മെന്റ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു മെറ്റ് ഓർ ലിവ് ടുഗദർ, നോട്ട് റിലേറ്റഡ് ടു ബിസിനസ് അറ്റ് ഓൾ. ബിസിനസ് ആയിട്ട് യാതൊരു ബന്ധമില്ല. അവർ ഒരുമിച്ച് യാത്ര ചെയ്യും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അതിനെയൊക്കെ നമ്മൾ കമ്പനി എന്ന് പറയും. ഇപ്പൊ ഒരു ഫ്രണ്ട്സ് മീറ്റിംഗ് ഡെയിലി ഫോർ ഡിന്നർ, അവർ നമുക്കൊരു ഓൾഡ് സെൻസിലാണെങ്കിൽ ഒരു കമ്പനി എന്ന് പറയാൻ പറ്റും അല്ലെ. നത്തിങ് ടു ഡു വിത്ത് മണി ഓർ ട്രേഡ്. അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ വന്നത്. ഓക്കെ, കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോ ഈ ട്രേഡേഴ്സും മെർച്ചന്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി വെച്ചാല് ഈ ഫെസ്റ്റിവൽ ഗ്യാതറിങ്സ്, ഡിന്നേഴ്സ്, അതിനെയൊക്കെ അവർ എന്ത് ചെയ്യാൻ ഉപയോഗിച്ചത്, അവര് ബിസിനസ് ഡീൽസ് സംസാരിക്കാൻ തുടങ്ങി. അവര് മനസ്സിലാക്കി ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാന്നൊക്കെ മനസ്സിലാക്കി. അപ്പൊ ആദ്യം ജസ്റ്റ് ഡിന്നർ കഴിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞെങ്കിലും ഓവർ ദ ടൈം ഈ ട്രേഡേഴ്സും മെർച്ചന്റ്സും ഒക്കെ എന്ത് ചോദിച്ചാല് ഒരു ഫെസ്റ്റിവൽ ഗ്യാതറിങ്സ് ഉണ്ടാവും. ഒരു ഉത്സവം നടക്കുമ്പോൾ ഒരു ഗ്യാതറിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലൊക്കെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി നമ്മൾ ഒരുമിച്ച് നിന്നാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദേ റിയലൈസ് ദാറ്റ് ദേ കുഡ് മേക്ക് പ്രോഫിറ്റ് ഇഫ് ദേ വർക്ക് ടുഗദർ. ഓക്കെ, പക്ഷെ ഇന്നത്തെ ബിസിനസ് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറ്റുമോ? ഇങ്ങനെ ഡിന്നറിന് പോകുമ്പോൾ സംസാരിച്ചാലോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിനെ സംസാരിച്ചാൽ ഇന്നത്തെ ബിസിനസ് പറ്റില്ല. ഇന്നത്തെ ബിസിനസ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റീവ് ഗ്യാതറിംഗ്സിലൊന്നും പോയി ഡിസ്കസ് ചെയ്തിട്ട് ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. അതിന് ഫോർമൽ മീറ്റിംഗ്സ്, റൂൾസ് ആൻഡ് ലീഗൽ സ്ട്രക്ചർ വേണം. അല്ലാണ്ട് കാഷ്വൽ ചാറ്റ്സ് ഒന്നും മതിയാവില്ല. സോ ടുഡേയ്സ് ബിസിനസ് ഡെഫിനറ്റ്ലി നീഡ്സ് ഫോർമൽ മീറ്റിംഗ്സ്. കൃത്യമായിട്ടുള്ള മീറ്റിംഗ്സ് വേണം, ഫോർമൽ സ്ട്രക്ചറിലുള്ള. അതേപോലെ തന്നെ കൃത്യമായിട്ട് റൂൾസ് വേണം ബിസിനസ് റൺ ചെയ്യാനുള്ള, ലീഗൽ സ്ട്രക്ചറും വേണം. നിയമങ്ങളും ലീഗൽ സ്ട്രക്ചറും ഒക്കെ വേണം. എന്നാൽ മാത്രം ഇന്നത്തെ ടുഡേയ്സ് ബിസിനസ് ഈസ് ടു കോംപ്ലക്സ്. ഓക്കെ, അല്ലാണ്ട് ഒരു കാഷ്വൽ ചാറ്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്യാതറിംഗ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നതുകൊണ്ടൊന്നും ഇത് നടപടി ആവില്ല. സോ നിങ്ങൾക്ക് ഇപ്പൊ റിലയൻസ് ഇൻഡസ്ട്രി, അത് ഒരു വലിയ കമ്പനി, അതിന്റെ ബിസിനസ് പ്ലാൻ നമുക്കൊരു ഡിന്നർ പാർട്ടിയിൽ ചെയ്യാൻ പറ്റുമോ? നോ, യു നീഡ് ലോസ്, എഗ്രിമെന്റ്സ് ആൻഡ് ഗവൺമെന്റ് രജിസ്ട്രേഷൻസ് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു ദ വേർഡ് കമ്പനി നൗ has actually has a great importance in that. It denotes a joint stock company. അതായത് ഒരുപാട് പീപ്പിൾ കോൺട്രിബ്യൂട്ട് മണി ആൻഡ് ടുഗദർ ടു റൺ എ ബിസിനസ്. അതിപ്പോ ടാറ്റ മോട്ടോഴ്സ് എടുക്കുക. ഇപ്പൊ ടാറ്റ മോട്ടോഴ്സിന് കുറെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ലാക്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യും, ടാറ്റ മോട്ടോഴ്സിന് ലാക്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യും, അവര് മണി ഇൻവെസ്റ്റ് ചെയ്യും. ഇതില് കുറെ പേരുണ്ടാവും, ലാക്സ് ഉണ്ടാവും അല്ലെ. അങ്ങനെ അതിന് ഷെയർസ് ബൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ. അതിന്റെ ഷെയർസ് നമുക്ക് ഇത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ കമ്പനി എന്ത് ചെയ്യും, കമ്പനി ഈ പൈസയൊക്കെ ഉപയോഗിച്ചിട്ട് ബിസിനസ് റൺ ചെയ്ത് മുന്നോട്ട് പോകും. ഈ രീതിയിലാണ് ഇപ്പൊ നടക്കുന്നത്.
സോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പനി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് എ കോമൺ ഗോൾ യൂഷ്വലി ടു റൺ എ ബിസിനസ് ആൻഡ് ഏൺ പ്രോഫിറ്റ്. കാരണം ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇവരൊക്കെ ഗോൾ എന്ന് പറയുന്നതാണ് ഈ ടാറ്റ മോട്ടോഴ്സ് നമ്മൾ റൺ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസിലി പറയുകയാണെങ്കിൽ എ കമ്പനി ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. വളരെ സിമ്പിൾ ടേംസിൽ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഈ പുതിയ രീതിയിൽ വരികയാണെങ്കിൽ ദിസ് കമ്പനി is a group of people with a common goal usually to run a business and earn profit. ഈസിലി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇത്ര എളുപ്പത്തിൽ ഇട്ടാൽ മതി. ഓക്കെ. സോ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് 5 ഫ്രണ്ട്സ് അവരൊരു ഓർഗാനിക് സോപ്പ് സെല് ചെയ്യാനുള്ള ഒരു കമ്പനി രൂപീകരിക്കുന്നു. സോ ദേ ആർ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഒരു സെയിം ഗോൾ, അവരത് നല്ല രീതിയിൽ അത് ഓർഗാനിക് സോപ്പ് വിൽക്കണം എന്നുള്ള ഒറ്റ ഗോൾ കൊണ്ടും വിൽക്കുന്ന ആൾ. സോ ദാറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എ കമ്പനി. ഓക്കെ. ഇനി കമ്പനി ലോയില്, നമ്മുടെ കമ്പനി ലോയില് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, കമ്പനി ലോയില് പറയുന്നത് ദ വേർഡ് കമ്പനി മെയിൻലി റെഫേഴ്സ് ടു ബിസിനസ് ഓർഗനൈസേഷൻ ഫോം ടു ഏൺ പ്രോഫിറ്റ് എന്നാണ് അതിൽ പറയുന്നത്. ദാറ്റ് ഇസ് കമ്പനി ലോന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ, അതായത് കൃത്യമായിട്ട് കമ്പനീസ് ആക്ടില് കമ്പനി ലോയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് കമ്പനിനെ പറയുന്നത്? ദ വേർഡ് കമ്പനി mainly refers to business organization formed to earn profit. And the number of members can increase or decrease anytime. അതുകൂടി പറയുന്നുണ്ട്. And the number of members can increase or decrease anytime. ഓക്കെ. അപ്പൊ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് കമ്പനി എന്ന് പറഞ്ഞാൽ ബിസിനസ് റെഫേഴ്സ് ടു ബിസിനസ് എന്തിനാ ഫോം ചെയ്ത് പ്രോഫിറ്റ്. പക്ഷെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ അല്ലാതെ ഉള്ള കമ്പനികളുണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് സെക്ഷൻ 8 കമ്പനീസ്. അത്ര മനസ്സിലാക്കിയാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ ഐ തിങ്ക് നെക്സ്റ്റ് ലെവൽ നമ്മുടെ എക്സിക്യൂട്ടീവ് ലെവലൊക്കെയാണ് പഠിക്കുന്നത്. ബട്ട് സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, NGOs ഒക്കെ ഉണ്ട്. അത് പ്രോഫിറ്റിന് വേണ്ടി ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ ദേ ആർ കോൾഡ് ആസ് കമ്പനി. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് നമ്പർ ഓഫ് മെമ്പേഴ്സ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് എനി ടൈം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ HDFC ബാങ്ക്, HDFC ബാങ്കിന് ലാക്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അതിൽ കുറെ റാം ശ്യാം ഒക്കെ ഉണ്ടാവും. റാമിന് എപ്പോ വേണമെങ്കിൽ അതിന്റെ ഷെയർ സെല് ചെയ്യാം, പുറത്തു പോവാം. ശ്യാമിന് അതേമാതിരി പുറത്തുനിന്ന് എപ്പോ വേണമെങ്കിൽ ഇതിന്റെ ഷെയർ ബൈ ചെയ്യാം, മെമ്പറായി വരാം. സോ അങ്ങനെ ആ രീതിയിൽ മെമ്പർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു റാം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഷെയർ ഹോൾഡർ ആണ്, മെമ്പറാണെന്ന് വെക്കാം. നാളെ അയാൾക്ക് ആ ഷെയർ വിൽക്കാം. ശ്യാം അതിന്റെ മെമ്പർ അല്ല, പുറത്തുള്ളതാണ്. ശ്യാം അതിന്റെ ഷെയർ വാങ്ങിയിട്ട് അതിന് മെമ്പറായി ഉള്ളിലേക്ക് വരാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ മാറിക്കൊണ്ടിരിക്കാമെന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പ്രോഫിറ്റിനാണ് എന്ന് ഈ ഡെഫിനിഷനിൽ പറഞ്ഞെങ്കിൽ പോലും ദർ മേ ഓൾസോ ബി നോൺ പ്രോഫിറ്റ് ട്രേഡിംഗ് കൺസേൺസ്. ഒരു ക്ലബോ സൊസൈറ്റിയോ പോലത്തെ പറ്റും. സോ കമ്പനീസ്, സം കമ്പനീസ് ആർ നോട്ട് ഫോർ പ്രോഫിറ്റ്. അവര് സോഷ്യൽ ഓർ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി തരും. ഉദാഹരണത്തിന് റെഡ് ക്രോസ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു NGOs, അതൊക്കെ അങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ, നോൺ പ്രോഫിറ്റ് കമ്പനീസ് ഒക്കെ ഈസ് രജിസ്റ്റേർഡ് ആസ് സെക്ഷൻ 8 കമ്പനീസ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമുക്ക് ആവശ്യമില്ല. എന്നത് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നോൺ പ്രോഫിറ്റില് വേണ്ടിയിട്ടുള്ള കമ്പനീസ്, അതിനൊക്കെ
അത് നോൺ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അവർ എന്തെങ്കിലും സോഷ്യൽ അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി തുടങ്ങിയിരിക്കും. അപ്പൊ അവരൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സെക്ഷൻ 8 കമ്പനീസ് ആണ്. സെക്ഷൻ 8 കമ്പനീസ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പൊ കമ്പനീസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഈ കമ്പനീസ് ആക്ട് 2013 വെച്ചിട്ടാണ്. ഇതിന് മുമ്പുള്ള കമ്പനീസ് ആക്ട് 1956 ഉണ്ടായിരുന്നു. ബട്ട് നൗ ഇപ്പൊ നമ്മൾ ഈ കമ്പനീസിനെ ഗവേൺ ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പനീസ് ആക്ട് 2013. ഐ തിങ്ക് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കും ഒന്നുകൂടി. ഓക്കെ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് രണ്ട് തരത്തില് നമുക്ക് രൂപീകരിക്കാം. എയ്തർ ആസ് ഇൻകോർപ്പറേറ്റഡ് or unincorporated. അതായത് ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒഫീഷ്യലി രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ. ഉദാഹരണത്തിന് കമ്പനീസ് ആക്ട് ആണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയും. ദാറ്റ് ഇസ് നോട്ട് ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒഫീഷ്യലി രജിസ്റ്റേർഡ് അണ്ടർ ലോ. കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തിട്ട് ലീഗലി അതൊരു കമ്പനിയായി മാറുക, അങ്ങനെ അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒഫീഷ്യലി രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ. ഏത് ലോ ആണെങ്കിൽ ആവാം. കമ്പനീസ് ആക്ട് തന്നെ ആവണമെന്നില്ല. അപ്പൊ ചില സ്പെഷ്യൽ ആക്ട്സ് പ്രകാരം ഇപ്പോൾ ബാങ്ക്സ് ഒക്കെ ആണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് ഉണ്ടാവുക. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പഠിക്കും. ഇപ്പൊ ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് means it's officially registered under law. Unincorporated എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള രജിസ്ട്രേഷൻസ് ഒന്നും നടന്നിട്ടില്ല അവിടെ. നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ. നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ. ഓക്കെ, ഒരു ഇൻകോർപ്പറേറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാല് അതൊരു സെപ്പറേറ്റ് പേഴ്സൺ ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ലീഗൽ പേഴ്സൺ എന്ന് പറയാം. ഇപ്പോ XYZ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, ഇതിന് കുറെ ഓണേഴ്സ് ഉണ്ട്. എ, ബി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് B, C, D. ഇത് നമ്മൾ പറഞ്ഞ വെച്ചാൽ ഈ XYZ എന്ന് പറയുന്നത് ഇസ് എ സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ. ABC എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ പേഴ്സൺ ആയിരിക്കും അല്ലെ. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാല് അവർ നമ്മൾ നോർമൽ ബർത്ത് പ്രൊസീജിയർ വെച്ചിട്ട് ഒരു പ്രസവമൊക്കെ നടന്ന് ബർത്ത് ആവുന്ന ആൾക്കാർ. പക്ഷെ ഈ ലീഗൽ പേഴ്സൺ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇൻകോർപ്പറേറ്റീവ് നിയമപരമായിട്ട് നിലവിൽ വരുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ ലീഗൽ പേഴ്സൺ പറയുന്നത്. ഇപ്പൊ കമ്പനി ലോ പ്രകാരം ഒരു കമ്പനി നിലവിൽ വന്നത് ദാറ്റ് ഇസ് എ ലീഗൽ പേഴ്സൺ. നാച്ചുറൽ പേഴ്സൺ എന്ന് അറിയാം, നമുക്ക് നോർമൽ ബർത്ത് വഴി വരുന്നത്. സോ XYZ എന്ന് പറഞ്ഞ കമ്പനി ഈസ് ഡിഫറെന്റ്. ABC എന്ന് പറയുന്ന അതിന്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ഇസ് ഡിഫറെന്റ്. ഇതാണ് ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയുടെ മെയിൻ ഭരണം. ഈ അൺഇൻകോർപ്പറേറ്റഡിന്റെ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ സോൾ പ്രോപ്പർട്ടി നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള പലരൊക്കെ അതൊക്കെ അതൊന്നും എവിടെ രജിസ്റ്റർ ചെയ്യുന്നില്ല അല്ലെ. അത് ഒരാൾ ഒറ്റയ്ക്ക് നടത്തുകയാണ്. അതൊക്കെയാണ് നമ്മൾ അൺഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിപ്പോ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു ടാറ്റ മോട്ടോഴ്സ് ഒരു നമ്മൾ ഈ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് പേഴ്സൺ ആണെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഓണറായിരുന്നു രത്തൻ ടാറ്റ അല്ലെ, രത്തൻ ടാറ്റ. അപ്പോ ഈ ടാറ്റ മോട്ടോഴ്സ് ഒരു SBI ഒരു ലോൺ എടുത്തു. ഈ 500 crores എടുത്തു നോക്കിയാൽ 5 ഇതിനൊക്കെ പറഞ്ഞാൽ അതൊന്നുമില്ല. അപ്പൊ ഈ 500 crores എന്ന് പറയുന്നത് ഈസ് ദ ലയബിലിറ്റി ഓഫ് ടാറ്റ മോട്ടോഴ്സ് ആൻഡ് നോട്ട് ഓഫ് രത്തൻ ടാറ്റ. രത്തൻ ടാറ്റന്റെ ഓണർഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും അതിന്റെ അയാളുടെ ലയബിലിറ്റി അല്ല ഈ 500 crore എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്യൂർലി ഓഫ് ടാറ്റ മോട്ടോഴ്സ്. കാരണം this is Tata Motors is separate person, Ratan Tata is separate person. So loan എടുത്ത ആരുടെ പേരിലാണ് Tata Motors. Though Ratan Tata owns most of the shares of Tata Motors, but still അയാളൊരു ലോൺ എടുത്തു കഴിഞ്ഞാല് ടാറ്റ മോട്ടോഴ്സ് ലോൺ എടുത്തു കഴിഞ്ഞാല് ദാറ്റ്സ് ദ ലയബിലിറ്റി ഓഫ് ടാറ്റ മോട്ടോഴ്സ്, നോട്ട് ഓഫ് രത്തൻ ടാറ്റ. അതാണ് നമ്മൾ ആദ്യം പറയുന്നത് കമ്പനി ഈസ് എ സെപ്പറേറ്റ് പേഴ്സൺ ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പക്ഷെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എടുത്തു അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം എടുത്തു. ഇപ്പൊ രാമേട്ടൻ നടത്തുന്ന ചായക്കട, നമ്മുടെ നാട്ടില് രാമേട്ടൻ നടത്തുന്ന ചായക്കട, ടീ സ്റ്റാൾ രാമേട്ടൻ നടത്തണം. രാമേട്ടൻ അതിന് വേണ്ടിയിട്ട്
SBI പോയിട്ട് ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്തു. ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല. അപ്പൊ ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് രാമേട്ടന്റെ ബാധ്യത തന്നെയാണ്. ഓക്കെ, ഇനി 5 ലക്ഷം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ, ഈ ടീ സ്റ്റോൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് രാമേട്ടന്റെ സ്വന്തം സ്ഥലങ്ങളിലേക്കൊക്കെ നടപടി വരും, അല്ലെ, ജപ്തി ചെയ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ടാറ്റ മോട്ടോഴ്സ് ഈ പൈസ തിരിച്ചടച്ചില്ല, പ്രോപ്പർട്ടി തിരിച്ചടച്ചില്ലെങ്കിൽ ഒരിക്കലും രത്തൻ ടാറ്റയുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിലോട്ട് ബാങ്കുകൾക്ക് പോകാൻ കഴിയില്ല. കാരണം ഇത് രണ്ടും ഡിഫറെന്റ് പേഴ്സൺ ആണ്. ഇതാണ് അതിന്റെ ഇൻകോർപ്പറേറ്റ് ചെയ്താലും അൺഇൻകോർപ്പറേറ്റ് ചെയ്താലും അതിന്റെ വ്യത്യാസം. ഓക്കെ, ക്ലിയർ. പിന്നെ ഒരു കമ്പനീനെ നമ്മൾ പറയാ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയാം. ബിക്കോസ് ദ പേഴ്സൺസ് കമ്പോസിംഗ് ഇറ്റ് ആർ മെയ്ഡ് ഇൻ ടു വൺ ബോഡി. ഓക്കെ, ബോഡി കോർപ്പറേറ്റ് എന്ന് പറയാം. ബോഡി കോർപ്പറേറ്റ്. ഇപ്പൊ റിലയൻസ് ഇൻഡസ്ട്രിക്ക് എന്താണ്, ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അല്ലെ. ആ ഒരു ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ ഒരുമിച്ച് ഒറ്റ ബോഡിയാക്കി മാറ്റും ഈ കമ്പനി. അതുകൊണ്ടാണ് അതിനെ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഓൾ മെമ്പേഴ്സ് ടുഗദർ ഫോം വൺ സിംഗിൾ ബോഡി. അതുകൊണ്ടാണ് അതിനെ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിന് 1000-കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. പക്ഷെ അവരേക്ക് ഒറ്റ ബോഡി ആക്കിയിട്ട് മാറ്റും ഈ ആസ് പെർ ദിസ് ഇൻകോർപ്പറേഷൻ. അതുകൊണ്ടാണ് അതിനെ കമ്പനിനെ നമ്മൾ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കമ്പനിനെ നമ്മൾ ഓൾസോ കോൾഡ് ആസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നാണ് കമ്പനിനെ പറയാം. കാരണം എന്തുകൊണ്ടാ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് നോർമൽ ബർത്ത് വന്ന് ഉണ്ടാവുന്ന ഒരു സംഭവം അല്ലല്ലോ ഒരു കമ്പനി എന്ന് പറയുന്നത്, അല്ലെ. ഇറ്റ് ഈസ് നോട്ട് ബോൺ നാച്ചുറലി, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. അതുകൊണ്ട് തന്നെ കമ്പനീനെ നമ്മൾ എപ്പോഴും ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയും. ഇപ്പൊ ഒരു ബേബി ഈസ് ബോൺ, ദാറ്റ് ഇസ് എ നാച്ചുറൽ പേഴ്സൺ. പക്ഷെ ഒരു ഇൻഫോസിസ് ലിമിറ്റഡ് ഇസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ബോൺ ത്രൂ രജിസ്ട്രേഷൻ, അല്ലെ. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഒരു കമ്പനി ബീങ് എ സെപ്പറേറ്റ് പേഴ്സൺ, കമ്പനിക്ക് പ്രോപ്പർട്ടി കമ്പനിയുടെ പേരിൽ തന്നെ വാങ്ങാനുള്ള അവകാശമുണ്ട്. എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങാം. സോ റിലയൻസ് ഇൻഡസ്ട്രിക്ക് ലാൻഡ് വാങ്ങണമെങ്കിൽ മുകേഷ് അംബാനിയുടെ പേരിൽ വാങ്ങേണ്ട ആവശ്യമില്ല, റിലയൻസ് ഇൻഡസ്ട്രിയുടെ പേരിൽ തന്നെ വാങ്ങാം. അതേപോലെ തന്നെ അത് വിൽക്കുകയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒരു കമ്പനിക്ക് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തെങ്കിൽ കമ്പനിക്ക് കേസ് കൊടുക്കാം. കമ്പനിയുടെ പേര് വെച്ചിട്ട് തന്നെ കേസ് കൊടുക്കാം, അല്ലാതെ ഓണേഴ്സിന്റെ പേര് വേണമെന്നില്ല. ഇനി കമ്പനി ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ദ്രോഹം ചെയ്താലും ആ ഒരു ABC എന്ന് പറഞ്ഞ ഒരു ഷെയർ ഒരു ഈ കമ്പനിയുടെ ഒരു എന്തെങ്കിലും ബന്ധമുള്ള ഒരാളാണ്, അയാൾക്കെതിരെ എന്തെങ്കിലും കമ്പനി തെറ്റായി ചെയ്തെങ്കിൽ ABCക്ക് തിരിച്ച് കമ്പനിയുടെ പേരിൽ തന്നെ ലോൺ കൊടുക്കാം. ലോൺ അല്ല, കേസ് കൊടുക്കാം. അതിന് ഇനി കമ്പനിയുടെ ഓണേഴ്സിന്റെ പേരിൽ കൊടുക്കണമെന്നില്ല, കമ്പനിയുടെ പേരിൽ വെച്ച് തന്നെ കൊടുക്കാം എന്നാണ് പറയുന്നത്. അടുത്തത് 2 തരത്തിലൊരു ഇൻകോർപ്പറേഷൻ നടക്കാം ഇന്നത്തെ കാലത്ത്. ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ഒന്ന് വന്നിട്ട് കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് 2013 പ്രകാരം നിങ്ങൾക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് വഴി ചെയ്യാം. സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് എന്തിനാ വരുന്നതെന്ന് വെച്ചാല്, ഇപ്പോ ചില സെക്ടേഴ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ടറാണ്, അതിൽ കമ്പനീസ് ആക്ട് മാത്രം പോരാ എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സെപ്പറേറ്റ് ആയിട്ടൊരു ആക്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ട് അതുവഴി രജിസ്ട്രേഷൻ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ചെയ്യും. ഉദാഹരണത്തിന് ബാങ്കിങ് സെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. അപ്പൊ അതിന് കമ്പനി ലോ മാത്രം പോരാ എന്നുള്ളതുകൊണ്ട് പാർലമെന്റ് ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കൂടി പാസ്സാക്കി. എന്നിട്ട് അപ്പൊ ബാങ്ക്സ് ഒക്കെ രൂപീകരിക്കുന്നത് ഈ പറഞ്ഞ സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പനി ഇപ്പൊ രൂപത്തിൽ വരണമെങ്കിൽ 2 തരത്തിൽ വരാം. ഒന്ന്, ഇറ്റ് ക്യാൻ കം ത്രൂ ദ കമ്പനീസ് ആക്ട് ഫോർ ജനറൽ കമ്പനീസിന്, സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് വഴി വരാം. ഓക്കെ, ഇപ്പൊ LIC ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതേപോലെ സ്പെഷ്യൽ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ടാണ്. പക്ഷെ ഇൻഫോസിസ് ഒക്കെ കമ്പനീസ് ആക്ട് പ്രകാരമാണ് വന്നിരിക്കുന്നത്. ക്ലിയർ? ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി കമ്പനീസ് ആക്ട് 2013 ഒരു കമ്പനീനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാല്, അക്കോർഡിംഗ് ടു ദിസ് ലോ, കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റ് അണ്ടർ ദിസ് ആക്ട്. ദിസ് ആക്ട് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 ഓർ എനി പ്രീവിയസ് കമ്പനി ലോ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 1956. അത് കമ്പനീസ് ആക്ട് 1956 മാറ്റിയിട്ട്
ആണ് പുതിയതായിട്ട് ഇപ്പോ കമ്പനീസ് ആക്ട് 2013 രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്. അത് മൈൻഡ് മെമ്പേഴ്സുമായിട്ട് വേറെയാണ്. ഒരു ഷെയർ ഹോൾഡർ മരണപ്പെട്ടു ഒരു കമ്പനിയുടെ, ആ കമ്പനി ഇല്ലാതാവോ? ഇല്ല, കമ്പനി കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ്. കാരണം ഡെത്ത് ഓഫ് ഓണേഴ്സ് ഡസന്റ് അഫക്ട് ദ കമ്പനി. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ ഈ ബേസിക് ക്ലാസ് നിർത്താം. ഒരു XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി, അതില് റാം ഇസ് എ ഷെയർ ഹോൾഡർ. ഓക്കെ, അപ്പോ XYZ ലിമിറ്റഡ് ആ ഒരു കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് SBI നിന്ന് ലോൺ എടുത്തു. ഓക്കെ, 5 crores. ഓക്കെ, അപ്പോ ലോൺ എടുത്തിട്ട് അതിനുശേഷം ഈ XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി പൊട്ടിപ്പോയി. ഓക്കെ, അപ്പൊ SBI തിരിച്ചു പിടിക്കാൻ നോക്കുന്നത് രാമിന്റെ പേഴ്സണൽ അസറ്റ് ആയിട്ട് 10 crores പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോ ഈ SBI എന്ന് പറഞ്ഞ ബാങ്കിന് ഈ റാമിന്റെ 10 crores വരുന്ന പ്രോപ്പർട്ടി ഈ ലോൺ XYZ അടയ്ക്കാത്തതുകൊണ്ട് ഈ 10 crores നടപടി എടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഇഫ് നോട്ട് വൈ? എടുക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താണ് അതിന്റെ റീസൺ എന്നുകൂടി നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഒന്ന് ആൻസർ ചെയ്യുക. സോ ദാറ്റ് ഐ ക്യാൻ understand that you have understood my class. Okay. Also, if you find this class useful, do like this video. Thank you.